യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 രാവും 40 പകലും മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനെ ഓർക്കുന്നതിനും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ധ്യാനിക്കുന്നതിനും ആണല്ലോ നാം 50 ദിവസത്തെ നോമ്പ് ആഘോഷിക്കുന്നത്. തന്നെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണ് യേശുക്രിസ്തു മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. തൻ്റെ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ദൈവഹിതം തിരിച്ചറിയാനുള്ള അവസരമായിട്ടാണ് യേശുക്രിസ്തു മരുഭൂമിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഈ വലിയ നോമ്പിൻ്റെ ഈ കാലത്ത് ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തു കുഷ്ഠരോഗിയായ മനുഷ്യനെ പൂർണ്ണ സൗഖ്യമുള്ളവനാക്കി തീർക്കുന്ന സംഭവമാണ് ഈ വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ ചിന്താവിഷയം കുഷ്ഠരോഗിയുടെ സൗഖ്യം, സ്പർശനത്തിലൂടെയുള്ള സൗഖ്യം എന്നാണ്. നമ്മുടെ ത്വക്ക്, ഞരമ്പുകൾ, കണ്ണിൻ്റെ ആവരണം എന്നിവയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കുഷ്ഠം. നിരന്തര സഹവാസത്തിലൂടെ പകരപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് കുഷ്ഠം. ഹാൻസൻസ് ഡിസീസ് എന്ന് ഈ രോഗത്തിന് പേരുണ്ട്. നോർവീജിയൻ ഫിസിഷ്യനായ ജെർഹാർഡ് ഹെൻറിക് ആർമർ ഹാൻസൻ ആണ് കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ കണ്ടെത്തിയത്. കുഷ്ഠരോഗം ഒരു പരമ്പരാഗത രോഗമല്ല. വൈറസിലൂടെയും ജേംസിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്. കുഷ്ഠരോഗിയെ അശുദ്ധരായും അവിശുദ്ധരായും യഹൂദ മതം കണ്ടിരുന്നു. ദേവാലയത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അവരെ ബഹിഷ്കരിച്ചിരുന്നു. കുഷ്ഠരോഗികൾ അശുദ്ധർ എന്ന് പറഞ്ഞ് രോഗിയുടെ സാന്നിധ്യം അവർ തന്നെ സമൂഹത്തിൽ വെളിപ്പെടുത്തണമായിരുന്നു. വൈദ്യശാസ്ത്ര വൈദഗ്ധ്യം ഇല്ലാതിരുന്ന യഹൂദ പുരോഹിതരാണ് ഒരാൾ കുഷ്ഠരോഗിയാണോ എന്ന് നിർണയിച്ചിരുന്നത്. കുഷ്ഠരോഗികൾ പാർത്തിരുന്നത് പാളയത്തിന് പുറത്തായിരുന്നു. കുഷ്ഠരോഗികളുടെ ഇടം പാളയത്തിന് പുറത്ത് ആയിരുന്നു. കുഷ്ഠരോഗം ത്വക്കിന് മാത്രം ബാധിക്കുന്ന ഒരു രോഗം മാത്രമല്ലായിരുന്നു. ശാരീരിക രോഗം എന്നതിലുപരി വിവേചനവും തിരസ്കരണവും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന രോഗമാണ് കുഷ്ഠരോഗം. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു. ശുദ്ധമാക എന്ന് പറഞ്ഞു. ശുദ്ധ അശുദ്ധ നിയമത്തെക്കാൾ യേശു കുഷ്ഠരോഗിയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു. കുഷ്ഠരോഗിയെ യേശു സ്വീകരിക്കുന്നു. കുഷ്ഠം ശരീരത്തിൻ്റെ അസുഖത്തേക്കാൾ സമൂഹത്തിൻ്റെ ഒരു മനോഭാവമാണ്. നിർവികാരതയും അസ്പർശതയും ഉള്ള സമൂഹത്തിൽ കുഷ്ഠത്തിൻ്റെ കഷ്ടം കണ്ട യേശുക്രിസ്തു കരുണയുടെ കണ്ണായി മാറുകയാണ്. ക്രിസ്തുവിനെ പോലെ നമ്മുടെ കരങ്ങൾ സ്പർശന സൗഖ്യം നൽകുവാൻ നാം ഉപയോഗിക്കണം. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയവരെ, പാളയത്തിന് പുറത്തുള്ളവരെ ചേർത്ത് നിർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം, വിലയിരുത്താം. മനസ്സലിവും ആർദ്രതയും ഉള്ള മനുഷ്യരായി ക്രിസ്തുവിൻ്റെ അതേ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയണം. ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രം വർജിക്കുന്നതല്ല നോമ്പിൻ്റെ
അന്തസത്ത. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു മാധ്യമമല്ല നോമ്പും ഉപവാസവും പ്രാർത്ഥനയും. മറിച്ച് നോമ്പ് ഒരു രൂപാന്തരീകരണ പ്രക്രിയയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ദൈവസന്നിധിയിൽ നാം ചെലവഴിക്കുന്ന അവസരമാണ് നോമ്പ് എന്ന കാര്യം നാം തിരിച്ചറിയണം. ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് നിസ്സംഗരായി നിർവികാരരായി കഴിയാനുള്ള അവസരമല്ല നോമ്പുകാലം. സ്നേഹിക്കാൻ കൊള്ളാവുന്നവരെ മാത്രം സ്നേഹിക്കുന്നതല്ല ക്രൈസ്തവ ധർമ്മം. ലവിങ് ദ ലവബിൾ ഈസ് ഈസി. സ്നേഹിക്കാൻ കൊള്ളാത്തവരെന്ന് ആരെയും നാം മുദ്ര അടിക്കരുത്. രോഗത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും ലിംഗത്തിൻ്റെയും ദേശത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഈ നോമ്പ് കാലത്ത് നാം പ്രത്യേക താല്പര്യമെടുക്കണം. നമ്മുടെ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളോട്, കൂട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെടുവാൻ ഈ നോമ്പ് കാലം നമുക്ക് ഇടയാകട്ടെ.